Good morning, dears. This is Dison Hybrid Campus and നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് NIOS സ്റ്റുഡൻസിനുള്ള ഒരു പുതിയ ക്ലാസ്സാണ്. അപ്പോൾ നമുക്കറിയാം NIOSൻ്റെ എക്സാം ആവാറായി, കുട്ടികളെല്ലാവരും ഇങ്ങനെ പഠിക്കാൻ തയ്യാറായിരിക്കുന്നൊരു സമയമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചാപ്റ്ററുകളുടെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് 24ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കറിയാം അല്ലേ, ഒരുപാട് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരുപാട് ചാപ്റ്ററുകൾ നമുക്ക് വരുന്നുണ്ട്. ഏകദേശം ഒരു 4-5ഓളം ചാപ്റ്ററുകൾ നമുക്ക് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ പല ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്, ഈ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പഠിക്കേണ്ടതുണ്ടോ, ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണോ, അല്ലെങ്കിൽ ഇത് ഇതേപോലെ തന്നെ ചോദിക്കുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമുക്കിങ്ങനെ പാരഗ്രാഫ് തരും, ആ പാരഗ്രാഫിന് താഴെ കുറച്ചധികം ക്വസ്റ്റ്യൻസും ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എവിടെ ഉണ്ടാവും? ഈ മുകളിലുള്ള പാരഗ്രാഫിലുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഏകദേശം ഒരു 15-20 മാർക്കോളം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമുക്കൊരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനൊരു പ്രാക്ടീസ് എന്നോണമാണ് നമുക്ക് എന്ത് തരുന്നത്, ഈ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ, നമുക്കൊരു പാരഗ്രാഫ് വായിച്ചത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് 24ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 24ാമത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒരു പാരഗ്രാഫാണിത്. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ചോദിക്കാം, ചിലപ്പോൾ വ്യത്യാസമായിട്ട് വേറെ ഉള്ള പാരഗ്രാഫുകളായിരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ പാരഗ്രാഫ് നോക്കി വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, എത്രത്തോളം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ഒരു പാരഗ്രാഫ് വായിച്ചാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ 24ാമത്തെ ചാപ്റ്റർ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഓൺ ദിസ് ഇൻ്റർനാഷണൽ ഡേ against drug abuse and illicit trafficking, we celebrate a choice of that millions of peoples around the world have made to live healthily, and we applaud to the courage shown by those who have stopped using drugs. In doing so, we send a positive message to all people who use or might be tempted to use drugs. Value yourself and make healthy choices. എന്താണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ, ഒരു UN സെക്രട്ടറി ജനറൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസിൻ്റെ അന്ന് നമുക്ക് തരുന്നൊരു ഒരു മെസ്സേജാണ്. UN സെക്രട്ടറി ജനറൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ആ ദിവസം എന്ന് വെച്ചാൽ ജൂൺ 26 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡ്രഗ് അബ്യൂസിൻ്റെ അന്ന് നമുക്ക് തരുന്നൊരു മെസ്സേജാണ് ഈ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഓൺ ദിസ് ഇൻ്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ് we celebrate a choice that millions of people around the world have made to live healthy, and we applaud to courage shown by those who have stopped using drugs. എന്താണ് ഈ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡ്രഗ് അബ്യൂസ് ഡേയുടെ അന്ന് we celebrate that millions of people that in the world have made live healthy. എന്താണ് നമ്മൾ ഈ ഒരുപാട് നമ്മുടെ ഭൂമിയിലുള്ള ഒരുപാട് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആളുകൾ എല്ലാവരും ചേർന്ന് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യാണ്. ആൻഡ് ഓൾസോ വി അപ്ലോഡ് ടു കറേജ്. എന്താണ് നമ്മൾ അഭിനന്ദിക്കുന്നു. എന്തിനാണ് അഭിനന്ദിക്കുന്നത്? ദ കറേജ് ഷോൺ ബൈ ദോസ് ഹു ഹാവ് സ്റ്റോപ്ഡ് യൂസിങ് ഡ്രഗ്സ്. എന്താണ് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ കാണിച്ച, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ കാണിച്ച ആ ഒരു ധൈര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് യൂസ് ചെയ്തിട്ട് അത് നിർത്തിയ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട് ഈ ഒരു ദിവസം എന്നാണ് പറയുന്നത്. In doing so, we send a positive message to all people who use or might be tempted to use drugs. എന്താണ് നമ്മളൊരു കാര്യം ഉപയോഗിച്ച് അത് നിർത്താൻ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യത്തിലൂടെ നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക്? അത് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രേരണ കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഡ്രഗ് യൂസ് ചെയ്തിട്ട് അത് നിർത്തുന്നതിലൂടെ വി സെൻഡ് എ പോസിറ്റീവ് മെസ്സേജ്, നമ്മളൊരു പോസിറ്റീവ് മെസ്സേജാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ആൻഡ് ഓൾ പീപ്പിൾ ഹു യൂസ് ഓർ മൈറ്റ് ബി ടെംപ്റ്റഡ് ടു യൂസ് ഡ്രഗ്സ്. എന്താണ്
ആളുകൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ളൊരു താല്പര്യമുള്ള ആളുകൾക്കും നമ്മൾ എന്താണ് ഒരു പോസിറ്റീവ് മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഹെൽത്തിന് നല്ലതല്ല. കാരണം ഒരു കാര്യം നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഒരു ബുക്കിൽ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു അനുഭവമുള്ള ആൾ പറയുമ്പോൾ അതിന് ഒന്നും കൂടെ എന്താണ് വാല്യൂ ഉണ്ടാവും അല്ലേ. ഒരു അനുഭവമുള്ള ആൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിനൊന്നും കൂടെ വാല്യൂ ഉണ്ടാവും. കാരണം അവരത് അനുഭവിച്ചവരാണ്, അവർക്കത് എന്താണെന്ന് അറിയുന്നവരാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് അത് നിർത്തി കാണിച്ചു തരുന്നത് എന്താണ്, ഒന്നും കൂടെ നമുക്കൊരു പോസിറ്റീവ് മെസ്സേജാണ് നമ്മുടെ ആളുകൾക്കത് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ അദ്ദേഹം പറയുന്ന ഒരു മെയിൻ പോയിന്റ് എന്താണ്, വാല്യൂ യുവർ സെൽഫ് ആൻഡ് മേക്ക് ഹെൽത്തി ചോയ്സസ്. എന്താണ്, നമ്മൾക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സസ് എങ്ങനെയായിരിക്കണം, നമ്മുടെ ചോയ്സസ് എപ്പോഴും ഹെൽത്തി ചോയ്സസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. വാല്യൂ യുവർ സെൽഫ് ആൻഡ് മേക്ക് യുവർ ചോയ്സസ് ഹെൽത്തി. എന്താണ്, നമ്മുടെ ചോയ്സസ് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദിസ് ഡേ ഈസ് ഓൾസോ ആൻ ഒക്കേഷൻ ടു ഹൈലൈറ്റ് ദ ഫാക്ട് ദാറ്റ് നിയർലി 200 million പീപ്പിൾസ് ആർ സ്റ്റിൽ കൺസ്യൂമിങ് ഇല്ലീഗൽ ഡ്രഗ്സ്. ഈ ഒരു ദിവസം അദ്ദേഹം ഒന്നും കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്നത് എന്താണ്, ഏകദേശം 200 മില്യൺ പീപ്പിൾസ് ഇപ്പോഴും അനധികൃതമായ എന്താണ് ഡ്രഗ്സ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ കാണിച്ചു തരുന്നത്. ദീസ് ഡ്രഗ്സ് മൈറ്റ് ഹാവ് നെയിംസ് ദാറ്റ് സൗണ്ട്സ് കളർഫുൾ ഓർ എൻസൈറ്റിംഗ് സച്ച് എ ക്രാക്ക്, പോട്ട്, ജങ്ക്, ക്രിസ്റ്റൽ മീറ്റ്സ് ആൻഡ് ഓർ ഡിസ്കോ ബിസ്ക്കറ്റ്സ്. ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ ഇപ്പോൾ നമ്മൾ ഡേ ടു ഡേ നമ്മുടെ പേപ്പറുകളിലാണെങ്കിലും നമ്മുടെ ന്യൂസ് ചാനലുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ. ബിസ്ക്കറ്റിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ, കാണാൻ ഭംഗിയുള്ള ഒരു ക്രിസ്റ്റലിൻ്റെ പോലെ, അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ മുത്തുകളുടെ പോലെ, ഈ ഹോമിയോ ഗുളികകളുടെയൊക്കെ പോലെ ഉള്ള എന്താ പറയുന്നത് ഡ്രഗ്സുകൾ അല്ലേ. ചെറിയ കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ തരത്തിലുള്ള എന്താ പറയുന്നത് ചെറിയ പാത്രങ്ങളിൽ ഭംഗിയുള്ള എന്താ പറയുന്നത് മിഠായി കടലാസുകളിൽ പോലെയുള്ള അതിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ നമ്മൾ ഡേ ടു ഡേ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ചെറിയ കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ളത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ, ഒട്ടുമിക്ക ഡ്രഗ്സുകളും ഇത്തരത്തിലുള്ള ഒരു ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഫോർ ദോസ് ട്രാപ്ഡ് ബൈ അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഈസ് എ വേ ഔട്ട്. എന്താ പറയുക, അതിൻ്റെ മുന്നേ ഒരു വരിയുണ്ട്, ബട്ട് ദീസ് ആർ ലിറ്റിൽ മോർ ദാൻ ടിക്കറ്റ്സ് ടു എ ഡെഡ് എൻഡ്. എന്താ പറയുന്നത്, മരണത്തിന് മുൻപേ മരണത്തിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കാരണം എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കും, പക്ഷേ അതിലേക്കൊരു ടിക്കറ്റ്, മരണത്തിനൊരു ടിക്കറ്റ് എടുക്കുന്നത് പോലെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മരണത്തിലേക്കൊരു ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ഫോർ ദോസ് ട്രാപ്ഡ് ബൈ അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഈസ് എ വേ ഔട്ട്. എന്താണ്, നമ്മൾ ആരെങ്കിലും ഇതിൽ ട്രാപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഡ്രഗ് അഡിക്റ്റ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്, ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ. ഓഫ് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. ആൻഡ് ദ ചോയ്സ് ടു സീക്ക് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഓൺലി കറേജ് ബട്ട് ഓഫ്റ്റൻ ലൈഫ് സേവിങ്. എന്താണ്, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തേടുക എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ധൈര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ലൈഫിനെ നമ്മൾ സേവ് ചെയ്യുക കൂടിയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഈ എന്താ പറയുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു കറേജ് മാത്രമല്ല, അത് നമ്മുടെ ലൈഫിനെ സേവ് ചെയ്യൽ കൂടിയാണ് എന്നാണ് പറയുന്നത്. ദോസ് ഹു ഹാവ് നോട്ട് വെഞ്ചേർഡ് ഡൗൺ ദ പാത്ത് ഓഫ് ഡ്രഗ് അബ്യൂസ് ഷുഡ് ലേൺ ദ ലെസൺ ഫ്രം ദോസ് ഹു ഹാവ് ആൻഡ് ഫേംലി ചൂസ് നോട്ട് ടു. എന്താ പറയുന്നത്, ഒരിക്കലും ഈ ഡ്രഗ്സിൽ നിന്ന് എനിക്കിനി പുറത്തു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ നമ്മുടെ ചുറ്റും. നമുക്കിപ്പോൾ നമ്മൾ എത്ര മോട്ടിവേഷൻ കൊടുത്താലും, എത്ര തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഇവർ ഈ ഡ്രഗ്സിൽ നിന്ന് എനിക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഒരിക്കലും ഡ്രഗ്സ് ഉപയോഗിക്കാത്ത ഒരാളുടെ ജീവിതവും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളുടെ ജീവിതവും കണ്ട് നമ്മൾ പഠിക്കണം എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഡ്രഗ്സ് ഉപയോഗിക്കാത്ത ഒരാളുടെ ലൈഫും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളുടെ ലൈഫും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപഠിക്കണം എന്നാണ് പറയുന്നത്. ദെൻ making healthy choices also means choosing a lifestyle that have a positive effect on the body and mind including. എന്താ പറയുന്നത്, നമ്മൾ ഒരു ഹെൽത്തി ചോയ്സസ് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ മനസ്സിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും എല്ലാറ്റിനും എന്താണ്, അത് പോസിറ്റീവായിട്ടാണ് നമുക്ക് ഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഇതിപ്പോൾ ഒരു ഡ്രഗിൻ്റെ കാര്യം മാത്രമല്ല, എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും എപ്പോഴും അത് എന്താണ്
ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ്. എന്താണ്, നമ്മൾ സ്പോർട്സിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അതേപോലെ തന്നെ നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോർട്സ് പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന എന്തിനാണ്, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബോഡി ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പക്ഷേ അതോടുകൂടി തന്നെ നമുക്ക് എന്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്, ടീച്ച് ദ വാല്യൂ ഓഫ് ടീം വർക്ക് ആൻഡ് ഡിസിപ്ലിൻ ആൻഡ് ബിൽഡ് എ സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ ഒരു സ്പോർട്സ് ഐറ്റത്തിൽ നമ്മൾ പങ്കെടുക്കുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനൊക്കെ നമുക്ക് സന്തോഷം, നമുക്ക് എല്ലാം നമ്മുടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതോട് കൂടി തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്, വാല്യൂ ഓഫ് ടീം വർക്ക്. ഒരു ടീം വർക്കിൻ്റെ വാല്യൂ എന്താണ്, ഒരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴുള്ള വാല്യൂ എന്താണ്, അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം എന്നുള്ളത് അതിൻ്റെ ഒരു ആവശ്യകത എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഒരു സ്പോർട്സിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത്. ആൻഡ് ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരികയും ചെയ്യുന്നുണ്ട് ഇത് ഒരു സ്പോർട്സ് ഐറ്റത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്പോർട്സ് ഐറ്റത്തിൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ എന്താണ്, വളരെ യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. നമ്മുടെ ചോയ്സസ് എപ്പോഴും ഹെൽത്തി ആവുക എന്നുള്ളത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് 24ാമത്തെ ചാപ്റ്റർ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറയുന്നത്. അപ്പോൾ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ഈ പാരഗ്രാഫ് നോക്കി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ ഒക്കേഷൻ ഫോർ ദിസ് മെസ്സേജ്. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് തരുന്ന ഈ ഒക്കേഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒക്കേഷൻ ഏതാണ്, ആൻഡ് ദ ഒക്കേഷൻ ഈസ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ് 26th June 2025. ദ മെസ്സേജ് ബൈ സെക്രട്ടറി ജനറൽ ഓഫ് UN എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അത് നമ്മുടെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാരഗ്രാഫിൽ അത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ദ മെസ്സേജ് ഹാവ് ബീൻ കൺവേഡ് ത്രൂ ദിസ് പാസേജ്. ടു ഹും ഇസ് ദ മെസ്സേജ് അഡ്രസ്ഡ്. ആർക്കാണ് അദ്ദേഹം മെസ്സേജ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, ആർക്കാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്? On this International Day of Drug Abuse and Illicit Trafficking, we celebrate the choice of millions of people around the world who live healthy, and we applaud to courage shown by those who have stopped using drugs. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡ്രഗ് യൂസ് ചെയ്ത് അത് നിർത്താൻ ധൈര്യം കാണിച്ചവർക്കുമാണ് അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ടു വാട്ട് ഹെൽത്തി ചോയ്സസ് ഡസ് ദ ഓതർ റെഫർ. എന്താണ് ഹെൽത്തി ചോയ്സസ് എന്ന് പറയുന്നത്? എന്താണ്, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും എന്തായിരിക്കണം, മേക്ക് ഹെൽത്തി ചോയ്സസ് ഓൾസോ മീൻസ് ചൂസിങ് ലൈഫ് സ്റ്റൈൽ ദാറ്റ് ഹാസ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ ദ ബോഡി ആൻഡ് മൈൻഡ്. എന്താണ്, മനസ്സിനും ശരീരത്തിനും എന്താണ് ഹെൽത്തി ചോയ്സസ് തരിക, അല്ലെങ്കിൽ ഹെൽത്തി ചോയ്സസ് എടുക്കുന്നതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്താണ്, മേക്കിംഗ് ഹെൽത്തി ചോയ്സസ് ഓൾസോ മീൻസ് ചൂസിങ് എ ലൈഫ് സ്റ്റൈൽ ദാറ്റ് ഹാസ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ ബോഡി ആൻഡ് മൈൻഡ്. എന്താണ്, ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു പോസിറ്റീവ് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം അതിലൂടെ അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഇത്തരത്തിലാണ് നിങ്ങളുടെ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കൊരു പാരഗ്രാഫ് തരും, അതിൻ്റെ താഴെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ കൊടുക്കണം. ഈ ആൻസേഴ്സ് എവിടെ ഉണ്ടാവും, ഈ മുകളിലുള്ള പാരഗ്രാഫിൽ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാഠഭാഗത്തിൽ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.